സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് റസ്റ്റിൽ ഡു വൈൽ ലൂപ്പ് എന്താണെന്നാണ്. അപ്പോൾ എന്താണ് ഡു വൈൽ ലൂപ്പ്? ഡു വൈൽ ലൂപ്പ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും, അതിന് വൈൽ ലൂപ്പിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. നേരത്തെ വൈൽ ലൂപ്പിൽ എങ്ങനെയായിരുന്നു? വൈൽ ലൂപ്പിൽ കുറച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് അതിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഫസ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും, അതിന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വി എസ് കോഡ് കാണിച്ചു തരാൻ എങ്ങനെയാണ്. ഇപ്പോൾ വി എസ് കോഡ് ഓപ്പൺ ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ റസ്റ്റിൽ ഡു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റേ ഇല്ല. എന്ന് വെച്ചാൽ ഡു വൈൽ സാധനം ഇല്ല. പക്ഷെ നമുക്ക് ഡു വൈൽ ഉപയോഗിക്കാൻ പറ്റുന്നു ലൂപ്പ് എന്നൊരു കീവേഡ് ഉപയോഗിച്ച്. ഫസ്റ്റ് ലൂപ്പ് കീവേഡ് എന്താ പറഞ്ഞുതരാം. ഇപ്പം ഉപയോഗിക്കുന്ന ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം, println. ഓക്കെ, അപ്പോൾ ഈ കോഡ് ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ റൺ ചെയ്യുന്ന മുമ്പ് ഈ ലൂപ്പ് ഉണ്ട്. ഈ ലൂപ്പിൽ ഇട്ടിരിക്കുന്ന എല്ലാ കോഡും ഇൻഫിനൈറ്റ് ടൈംസ് റൺ ചെയ്യും. എന്നിട്ട് അൺലിമിറ്റഡ് ടൈംസ് നിൽക്കൂലാണ്, കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത് നിൽക്കും. കാരണം ഈ ലൂപ്പിന് കീവേഡ് ഉപയോഗം. ഇത് റൺ ചെയ്യുന്നത് കാണിച്ചു തരാം. റൺ ചെയ്തിരിക്കും, നിൽക്കുന്നത് കണ്ടിന്യൂസ് റണ്ണിങ് ആണ്. ഇച്ചിരി മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് മ്യൂട്ട് ഐ ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് ഇവിടെ ഐ പാസ് ചെയ്യാം. ഓരോ ഇറ്ററേഷൻ കഴിയുമ്പോൾ ഐ പ്ലസ് ഈക്വൽ ടു 1 കൊടുക്കാം. റൺ ചെയ്ത് നോക്കാം. കാരണം പറ്റിയത് ഇപ്പോൾ ഇൻഫിനൈറ്റ് ടൈം റൺ ചെയ്യുന്നത് നിൽക്കില്ല, അത് കണ്ടിന്യൂസ് റൺ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സാധനം ഉപയോഗിച്ചാൽ നമ്മൾ ഡു വൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ലൂപ്പ് എന്തെങ്കിലും ഉപയോഗിക്കുന്നത് ഒരു ഇൻഫിനൈറ്റ് ടൈംസ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് സാധനം റിപ്പീറ്റ് ചെയ്ത് നിൽക്കണ്ട, കണ്ടിന്യൂസ് നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുമെങ്കിൽ നിങ്ങൾ ലൂപ്പ് ഉപയോഗിക്കും. നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ ഡു വൈൽ ചെയ്യുന്നതാണ്. അപ്പോൾ എക്സിറ്റ് ചെയ്യാൻ ഇതിന് Ctrl+C ചെയ്യാം. ലെറ്റ് മ്യൂട്ട് ഐ ഈക്വൽ ടു 0. എന്നിട്ട് ഞാൻ ലൂപ്പ് കൊടുക്കുകയാണ്. println ഐ കൊടുക്കുകയാണ്. ഡു വൈൽ ലൂപ്പ് കൊടുത്ത് ഡു വൈൽ ലൂപ്പ് എന്ന് കൊടുത്ത് ഞാൻ. എന്നിട്ട് ഇവിടെ ഐ പ്ലസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്ത്. ഓക്കെ, എന്ത് ചെയ്യും? ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കും. ഇഫ് ഐ ഈസ് ഗ്രേറ്റർ ദാൻ 10 ഞാൻ ബ്രേക്ക്. അപ്പോൾ ബ്രേക്ക് എന്താണെന്ന് വെച്ചാൽ ലൂപ്പിന് പുറത്തിടാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഇത് ലൂപ്പാണ്, ഇതാ ലൂപ്പാണ്. ഇവിടെ നമുക്ക് ഇവിടുന്ന് ചാടിയിട്ട് ഇവിടെ എത്തണം, ഇവിടെ എത്തണം. അതിന് വേണ്ടിയാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ലൂപ്പിന് ചാടാം, പുറത്ത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞ ബ്രേക്ക് എന്താണ്, ഈ ലൂപ്പിന് പുറത്തിടാൻ വേണ്ടിയാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്രിന്റ് നോക്കാം. കാണാൻ പറ്റും 10 പ്രാവശ്യം റൺ ചെയ്ത് 0 to 10. അപ്പോൾ 11 മൊത്തം പ്രാവശ്യം റൺ ചെയ്ത് 0 to 10 വരെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെങ്ങനെ വർക്ക് ചെയ്തത്. ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ പിന്നെ ലൂപ്പിൽ പോകും. ലൂപ്പ് ഇത് റൺ ചെയ്യും, ഡൈ പ്ലസ് ചെയ്ത് പോകും. അപ്പോൾ ആ സമയത്ത് ഒരു കണ്ടീഷൻ ചെക്കും ചെയ്യുന്നുണ്ട്. അവിടെ ഐ ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലൂപ്പിന് പുറത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് 0 ആയിരിക്കും, 1 2 3. ഈ ഐ കൊടുത്തില്ലെങ്കിൽ കോഡ് ലൂപ്പ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഐ ഇല്ലെങ്കിൽ കൗണ്ടർ വേരിയബിൾ ഇല്ലെങ്കിൽ സാധനം ഇൻഫിനൈറ്റ് ടൈംസ് വർക്ക് ചെയ്യും. എപ്പോൾ ഐ 10 ആവുമ്പോൾ സാധനം ബ്രേക്ക് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് അപ്പോൾ വൈലും ടു വൈലും ഡിഫറൻസ് എന്താ? വൈലിൽ എങ്ങനെയാണ്? ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. വൈൽ ഇപ്പോൾ വൈലിൻ്റെ സിൻടാക്സ് എടുക്കുകയാണെങ്കിൽ വൈൽ എ ഈസ് ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ ഇത് കണ്ടീഷനാണ്. ഇവിടെ എങ്ങനെയാണ്? ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് ഇത് അടിയുടെ കോഡ് എക്സിക്യൂട്ട് ആവുന്നത്. ഈ കോഡൊക്കെ പേസ്റ്റ് ചെയ്യാൻ തരാം. അത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് ഈ കോഡ് എക്സിക്യൂട്ട് ആവുന്നത്. പക്ഷേ ഇതിലെങ്ങനെയല്ല, ഫസ്റ്റ് കോഡ് എക്സിക്യൂട്ട് ആവും, അത് കഴിഞ്ഞ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ ചില കേസിലൊക്കെ ഉണ്ടാവും, നിങ്ങൾ കോഡ് ഒറ്റ പ്രാവശ്യം റൺ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ കേസിലുണ്ട് എൻ്റെ കോഡ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും എൻ്റെ കണ്ടീഷൻ ഒരാവശ്യം റൺ ആയിരിക്കണം. അങ്ങനത്തെ കേസിലേക്ക് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഈ കണ്ടീഷൻ ഫോൾസ് ആക്കാം, ഞാൻ ഇതല്ലേ, ഇപ്പം ഞാൻ ഇതിൻ്റെ വാല്യൂ 11 കൊടുക്കാം. ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടീഷൻ നോക്കുമ്പോൾ ഈ കോഡ് റൺ ആകാൻ പാടില്ല. ഇതിൽ കൊടുത്താൽ ഈ കോഡ് റൺ ആവില്ല. ഈ സാധനത്തിൽ കൊടുത്താൽ ഈ വഴി കൊടുത്താൽ ഈ കോഡ് റൺ ആവേ ഇല്ല. പക്ഷേ ഈ കേസിൽ നോക്കിക്കോട്ടെ, ഈ കോഡ് റൺ ആവും. പക്ഷെ ഇത് കമൻറ്റ് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. ഇത് റൺ ചെയ്ത് നോക്കാം. കണ്ട ഒരാഴ്ച റണ്ണായി. പക്ഷേ റണ്ണാൻ പാടില്ല. ഇതിലാണെങ്കിലും റൺ ആവൂലായിരുന്നു. പക്ഷേ ഡു വൈൽ ആയതുകൊണ്ട് ഇത് ഒറ്റ റൺ ചെയ്തു. അപ്പോൾ ഡു വൈൽ ഡിഫറൻസ് ആവുള്ളൂ. ഡു വൈൽ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും അത് ഒറ്റ റൺ ചെയ്യും. ഓക്കെ, അത് നമ്മൾ ഡു വൈൽ ഡയറക്റ്റ് ആയിട്ട് കോൺസെപ്റ്റ് നമ്മുടെ റസ്റ്റ് ഇല്ലാത്ത നമ്മൾ ലൂപ്പ് എന്ന സാധനം കീവേഡ് ഉപയോഗിച്ച് ചെയ്ത്. ലൂപ്പ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ കോഡ് ഇൻഫിനൈറ്റ് ടൈംസ് റൺ ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഡു വൈലിനെ കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് കാണാം. ടിൽ ദെൻ ബൈ.